തോന്നുന്നു അനുമോൾക്ക് ഒരു ഈ റിയൽ അനീസ് വിന്നറാവുമെന്ന് ഇത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഓക്കെ, കാരണം അനീസ് പിടിച്ച അത്ര ഒരു ഗെയിം അനുമോൾ പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഷാനവാസ് തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് വീക്കെൻഡ് അനുമോള് ഏറ്റവും നല്ല ഗെയിമറാണ്, ഗെയിമർ മാത്രമാണ്. ഒരു മനുഷ്യത്വമോ സത്യസന്ധതയോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും അനുമോൾക്ക് ഗെയിമിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വ്യക്തമാണ് അനുമോൾ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്ത ഒരു ഗെയിമർ മാത്രമാണ്. 100% അനുമോൾ ഒരു ഗെയിമറാണെന്നാണ് ഞാനും പറയുന്നത്. അനീഷിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷ് ഒരു വെൽ പ്രിപ്പയർഡ് ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനീഷിന് ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അതായത് ഒരു ഇറിറ്റേഷൻ ക്യാരക്ടർ പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാതെ ആളുകളായിട്ട് ഒരു അകൽച്ച പാലിച്ച് സ്ത്രീ വിരോധിയായിട്ട് വന്ന് ഒരു മിഡൊക്കെ ആകുമ്പോൾ, ഒരു ഷോയുടെ മിഡൊക്കെ ആകുമ്പോൾ കുറച്ച് സ്ത്രീ വിരോധത്തിൽ നിന്ന് മാറി സ്ത്രീകളായിട്ട് ഫ്രണ്ട്ഷിപ്പ്, ഷാനവാസിനെ പോലുള്ള ആളുകളായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വരുന്നു, ആളുകളായിട്ട് കുറച്ചുകൂടി മിങ്കിൾ ചെയ്യുന്നു, അവരെ കെയർ ചെയ്യുന്നു, ആ രീതിയിലേക്ക് ഒരു മാറ്റം വന്ന് ലാസ്റ്റ് ഒരു ലേഡീനെ അല്ലെങ്കിൽ ഒരു അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ വന്ന് വളരെ ഒരു മാറ്റം വരുന്ന ഒരു ഇറിറ്റേഷനിൽ നിന്നൊക്കെ വന്ന് വളരെയധികം നമുക്ക് ആക്സസിബിൾ ആവുന്നു, നല്ലൊരു വ്യക്തിയിലേക്ക് ഒരു മാറ്റം വരുന്ന രീതിയിൽ നല്ലൊരു ഹ്യൂമനായിട്ട് ചേഞ്ച് ആവുന്നു, കൺവേർട്ട് ആവുന്നു എന്ന രീതിയിൽ തന്നെയാണ് അനീഷ് ഗെയിം കളിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ അനീഷിനായാലും ബാക്കി കണ്ടസ്റ്റൻസിനും തെറ്റ് പറ്റുന്നത് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന ഗെയിമറിനെ അവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ ഡേ വൺ തൊട്ട് ഇവർ പറയുന്നത് വെറുതെ അറിയില്ല, പുള്ളിക്കാരോട് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായി എന്തൊരു കാര്യത്തിനാണ്. അപ്പോൾ ഇവർ ആ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പല കണ്ടസ്റ്റൻസിനും 100 ദിവസത്തിന് ഷോ അവസാനിച്ചിട്ടും അവർക്ക് പല ഇൻ്റർവ്യൂകളും പല യൂട്യൂബ് എന്താ പറയുക വീഡിയോസ് ആയിട്ടും അവരിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഷോയിൽ വെച്ചിട്ടാണല്ലോ നമ്മളിതെല്ലാം പൊട്ടിക്കേണ്ടത്. പക്ഷേ ആ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പലർക്കും സാധിക്കുന്നില്ല. അവിടെയാണ് അനുമോൾ എന്ന് പറഞ്ഞ ഗെയിമറുടെ ബ്രില്യൻസി. അതിൽ പലതും ഡേർട്ടി ആണെന്ന് പറയുന്നുണ്ട്, നല്ലതാണെന്ന് പറയുന്നത് പല അഭിപ്രായങ്ങളുണ്ട്. ആസ് എ ഗെയിമർ പുള്ളിക്കാരുടെ ഗെയിം കളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്രയധികം TRP വന്നാലും ഈ അനുമോളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പല സ്റ്റോറി ലൈനും പിറ്റേ ദിവസം പ്രമോസ് വന്നിരിക്കുന്നത്. നാളെ എന്താവും, അല്ലെങ്കിൽ അനുമോൾ ആരെ ആക്രമിക്കുക, അല്ലെങ്കിൽ അനുമോൾക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അനുമോൾ എന്ത് വിവാദം പറയുന്നു, അല്ലെങ്കിൽ അനുമോൾ ഇതൊക്കെ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഷോനെ മുന്നോട്ട് പോകാൻ അനുമോളുടെ ഈ ഒരു ലൂപ്പ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് ഈ കണ്ടസ്റ്റൻസിന് ഫുൾ എപ്പിസോഡ് കണ്ടാലോ അല്ലെങ്കിൽ അന്ന് റിവ്യൂ ചെയ്ത പല ആൾക്കാരുടെ വീഡിയോസ് കണ്ടാലോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അനുമോൾ നമ്മൾ വ്യത്യാസം പറയുന്നത്, അനീഷ് ലാസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് വേറെ പഴയ സീസണിൽ ഏത് കണ്ടസ്റ്റൻ്റ് ആണ് പറയുന്നത്, പിന്നെ ഷോ ഒരാഴ്ച വരുന്നുള്ളൂ, നമുക്ക് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഡീറ്റെയിൽ സംസാരിക്കാനുള്ളൂ. അനുമോൾ ബ്രില്യൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞു, എനിക്ക് അതിന് താല്പര്യമില്ല, നമ്മുടെ കട്ടിയാണ്. അതിനുശേഷം റീ എൻട്രി വരുന്നു, അല്ലെങ്കിൽ അതിലാ 100 പ്രശ്നം വരുമ്പോഴും അനുമോൾ എന്ത് ചെയ്യണം, അത് പിന്നീട് മുന്നോട്ട് പോകാൻ കട്ടിയാണ്. കാരണം വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കാനുള്ള ബുദ്ധി വളരെയധികം ഉപയോഗിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അനീഷിലോട്ടും അല്ലെങ്കിൽ ആദില നൂറയിലോട്ടും ഒക്കെ പോകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിംഗ് ആരായിരുന്നു, അത് അനുമോൾ ആയിരുന്നില്ല. ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നത് അനീഷാണ്, അല്ലെങ്കിൽ ആദില നൂറയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, റീ എൻട്രീസ് അഗേൻസ്റ്റ് വരുന്നു. അപ്പോൾ എങ്ങനെ പ്രേക്ഷകർ, ഇപ്പോൾ ഇവർ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ അനുമോളനെ കളിയാക്കാറുണ്ട്. പക്ഷേ അനുമോൾക്ക് വ്യക്തമായിട്ട് അറിയാം കുടുംബ പ്രേക്ഷകരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, തൻ്റെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി കളിക്കാനുള്ള ഒരു ബുദ്ധി അനുമോൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആദില നൂറ ഉൾപ്പെടെയുള്ള ആൾക്കാർ വേണ്ട എന്ന് അവർ തീരുമാനിച്ച സമയത്ത് അനുമോൾ വേണ്ടാന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ റീ എൻട്രീസ് വരുന്ന സമയത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം എന്താണ്, പറഞ്ഞിന് വായുന്നൊരു അബദ്ധം വരെ പോകണ്ട, അതൊക്കെ എനിക്ക് വോട്ടായിട്ട് ഭവിച്ചോളൂ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇരിക്കുക തന്നെയാണ്. അറ്റ് എൻഡ് ഓഫ് ഡേ കരഞ്ഞ് കപ്പ് നേടാം, എങ്ങനെ വേണമെങ്കിലും കപ്പ് നേടാം, നല്ല വ്യക്തിയായിട്ട് കപ്പ് നേടാം. സോ ഒരു കൂട്ടം പ്രേക്ഷകരിലേക്ക് നമ്മളെത്തുക, അവരുടെ വോട്ട് കിട്ടുക, കപ്പ് നേടുക എന്നുള്ളതാണ് ഇത്. അതുപോലെ ഷോയിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ പ്രമോസോ എല്ലാം കണ്ടറിയാൻ പറ്റും. ഈ ഒരു സീസൺ അവരും ലീഡ് ചെയ്തിരിക്കുന്നത് അനുവിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. സോ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്തൊരു സത്യമാണ്, അനുമോൾ ഇസ് എ ബ്രില്യൻ ഗെയിമർ എന്ന് ഞാൻ പറയും. ഗെയിമർ തന്നെയാണ്, ബാക്കി വ്യക്തി അതൊന്നും നമുക്കറിയാൻ കാര്യമില്ല.